ഇടുക്കി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പരാമർശം. യുവതിയുടെ അനുഭവം ചർച്ചയാകുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടുത്ത ബന്ധുവിന്റെ ചികിത്സയ്ക്കെത്തിയ തടിയമ്പാട് സ്വദേശി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ദുരനുഭവം ചർച്ചയാവുകയാണ്. സിസ്റ്റത്തിന്റെ പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്ന ഭയത്താൽ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന് അവർക്കും പറയേണ്ടി വന്നു. പ്രായമായ പിതാവിനെ ശ്വാസകോശ പ്രശ്നം മൂലം ICUവിൽ പ്രവേശിപ്പിച്ചതോടെ പ്രശ്നങ്ങൾ തുടങ്ങി. രാവിലെ എത്തുന്ന ഡോക്ടർ ഉച്ചയ്ക്ക് കാണില്ല. മറ്റന്നാൾ വീണ്ടും മറ്റൊരാൾ. എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മുൻ ഡോക്ടറോട് ചോദിക്കൂ എന്ന മറുപടി മാത്രം. 8 ദിവസത്തിനിടെ 12ഓളം ഡോക്ടർമാരാണ് രോഗിയെ പരിശോധിച്ചതെന്ന് യുവതി പറയുന്നു. പഠനം നടത്തുന്ന ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പരീക്ഷണ വസ്തുവായി രോഗിയെ ഉപയോഗിച്ചു എന്ന ബോധ്യമാണ് ബന്ധുക്കൾക്കുണ്ടായത്. രോഗത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് ദിവസേന വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ലഭിച്ചതെന്നും അവർ ആരോപിച്ചു. മരുന്നുകൊണ്ടുള്ള മയക്കമാണെന്നും ചുമ, കഫക്കെട്ട്, ന്യൂമോണിയ, അവസാനം നേർത്ത ഹൃദയാഘാതം ഇങ്ങനെ വിവിധ രോഗനിഗമനങ്ങളാണ് പറഞ്ഞത്. ഹൃദയാഘാതത്തിന് മരുന്ന് നൽകിയതിനെ തുടർന്ന് രോഗിയുടെ വായിൽ രക്തം വന്നപ്പോൾ അത് തൊണ്ടയിലെ അൾസറാകാമെന്നായിരുന്നു വിശദീകരണം. ആശങ്കാജനകമായ സാഹചര്യത്തിൽ രോഗിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ മികച്ച ചികിത്സ ലഭിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകതയും അവർ തുറന്നു പറഞ്ഞു. ICUവും വെന്റിലേറ്ററും ഓപ്പറേഷൻ തിയേറ്ററും പഴയ ബ്ലോക്കിലാണെങ്കിൽ ലാബ്, എക്സ്റേ, ഫാർമസി എന്നിവ മലമുകളിലെ ബ്ലോക്കിലാണ്. ഓരോ പരിശോധനയ്ക്കും ബന്ധുക്കളാണ് രോഗിയെ കൊണ്ടുപോകേണ്ടത്. സമയം കുറിക്കാനായി മലമുകളിലേക്ക് പോയി പിന്നീട് ആംബുലൻസിനായി കാത്തിരുന്ന് രോഗിയെ താഴേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ്. രക്തപരിശോധനകൾക്കും മരുന്ന് വാങ്ങുന്നതിനും ഈ പ്രയാസം ആവർത്തിക്കേണ്ടി വരുന്നു. ICUവിൽ രോഗിയോടൊപ്പം ബന്ധുക്കൾക്ക് നിന്നുകൊണ്ട് സേവനം ചെയ്യേണ്ടി വരുന്നു. എന്നാൽ ആധുനിക ആശുപത്രികളിൽ അത് അനുവദിക്കാറില്ലല്ലോ. എല്ലാ സൗകര്യങ്ങളും ഒരേ കെട്ടിടത്തിൽ ഉണ്ടായിരിക്കണം എന്ന ആവശ്യം യുവതി മുന്നോട്ട് വെച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.